Welcome to Dream Drive. In നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ഫേസ് ലിഫ്റ്റഡ് വേർഷൻ ഓഫ് Ertiga. 2012 Ertiga ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ അത് രണ്ട് രീതിയിലും പോപ്പുലർ ആയിരുന്നു. അതായത് ഒരു കമേഴ്ഷ്യൽ പർപ്പസ്, ഒരു ടാക്സി പർപ്പസിൻ്റെ രീതിയിലും അതല്ല ഒരു ഇൻഡിവിജ്വൽ പ്രൈവറ്റ് യൂസിൻ്റെ രീതിയിലും വളരെ പോപ്പുലർ ആയിരുന്നു. പക്ഷേ 2012 തൊട്ട് പിന്നെ 2015 വരെ കാര്യമായ ഒരു അപ്ഡേറ്റ് ഇവർ കൊണ്ടുവന്നിരുന്നില്ല. പക്ഷേ അതേസമയം കാറ്റഗറിയിൽ കോമ്പറ്റീഷൻ ഭയങ്കര അധികമായിട്ട് ഇൻക്രീസും ചെയ്തു. ദാറ്റ് ഈസ് ഹോണ്ട മൊബീലിയോ ലോഞ്ച് ചെയ്തു, റെനോ ലോഡ്ജി ലോഞ്ച് ചെയ്തു, പിന്നെ ഒരു ലോവർ സെഗ്മെൻറ്റിലാണെങ്കിൽ പോലും ഡാറ്റ്സൺ ഗോ പ്ലസും വന്നിരുന്നു. സോ അങ്ങനെ ഒരു ടഫ് കോമ്പറ്റീഷൻ നടക്കുന്ന സെഗ്മെൻറ്റിൽ അറ്റ് ദ റൈറ്റ് ടൈം ഇപ്പോൾ അവരൊരു ഫേസ് ലിഫ്റ്റഡ് വേർഷൻ ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഇത് ആദ്യമായിട്ട് അൺവീൽ ചെയ്തത് ഓഗസ്റ്റിൽ ഇന്തോനേഷ്യയിലെ ഇൻ്റർനാഷണൽ ഓട്ടോ എക്സ്പോയിലാണ്. ആൻഡ് ഫൈനലി ഇൻ ഡിസംബർ, ദാറ്റ് ഇസ് ലേറ്റ് നവംബർ ഡിസംബറിലായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഇസ് ഒരു കറക്റ്റ് ഫെസ്റ്റിവൽ സീസണിന് മുമ്പായിട്ട്. സോ ഇത് എന്തൊക്കെയാണ് ചേഞ്ചസ്, ഇതിൻ്റെ എന്തൊക്കെയാണ് പ്രത്യേകം നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഓവറോൾ സ്ട്രക്ചർ വൈസ് ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല. പക്ഷേ എന്നാൽ പോലും ഒരു സ്ട്രോങ് ചേഞ്ച് കൊണ്ടുവരാൻ ഇവർ നോക്കിയിരിക്കുന്നത് ഫ്രണ്ട് ഗ്രില്ലിലാണ്. അതായത് ദർ ഇസ് ലോട്ട് ഓഫ് ക്രോം, ഒരു തിക്ക് സ്ട്രിപ്പാണ്, അതും ഫ്രം ഹെഡ്ലൈറ്റ് ടു ഹെഡ്ലൈറ്റ് പോകുന്ന രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറോൾ കുറച്ചും കൂടി ഒരു വൈഡർ ഫീലിംഗും നമുക്ക് കിട്ടും. പിന്നീട് ബമ്പറിലേക്ക് വരുമ്പം അവിടെയും ഒരു ചെറിയ ഡിസൈൻ ചേഞ്ച് ഉണ്ട്. ദാറ്റ് ഇസ് കുറച്ചും കൂടെ എഡ്ജി അല്ലെങ്കിൽ ഷാർപ്പ് കട്ടിങ് പാറ്റേൺസ് എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഫോഗ് ലാമ്പിന് ചുറ്റും പിന്നെയും അഗൈൻ ഒരു ക്രോം ബീസിലും കൊടുത്തിട്ടുണ്ട്. സോ ഈ ഫേസ് ലിഫ്റ്റഡ് വേർഷനിൽ ഏറ്റവും മിനിമൽ ചേഞ്ച് സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ കഴിയുന്ന സൈഡ് പ്രൊഫൈലാണ്. സോ ബേസിക്കലി അതിൻ്റെ അലോയ് വീലിലെ ഡിസൈൻ പാറ്റേണിൽ മാത്രം ചേഞ്ച് വന്നിട്ടുള്ളൂ. ദ സൈസ് റിമെയിൻസ് സെയിം, ദാറ്റ് ഇസ് 15 ഇഞ്ച് തന്നെയാണ്. പിന്നെ ഒരു കൺവീനിയൻസ് ഫീച്ചർ എന്ന രീതിയിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, നമുക്കിത് കീലെസ് എൻട്രിയാണ് വരുന്നത്. സോ കീ പോക്കറ്റിലുണ്ടായാൽ മതി, നമുക്ക് പ്രസ് ചെയ്ത് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാം. പിന്നീട് നമുക്ക് വരുന്നത് അകത്തുനിന്ന് തന്നെ ഇതിൻ്റെ ഔട്ട്സൈഡ് റിയർ മിറർ ക്ലോസ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. സോ വിച്ച് ഇസ് പ്രീവിയസ് വേർഷനിൽ ഫിസിക്കലി മാനുവലി ചെയ്യണമായിരുന്നു. ഇത് നമുക്കൊരു ബട്ടൺ വരുന്നുണ്ട്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിലാണെങ്കിലും ചേഞ്ച് ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് എ വെരി കംഫർട്ടബിൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഓഫ് 185 mm. സോ റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് എന്ന് പറയുന്നത് യൂസ് ഓഫ് ക്രോം ആണ്. സോ ഒരു ക്രോം ഗാർണിഷ് വരുന്നുണ്ട്, റിയലി തിക്ക് ആൻഡ് വൈഡ്. അതിൽ തന്നെ Ertiga എന്ന പേര് എഴുതിയിട്ടുണ്ട്.
പിന്നെ നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബമ്പറിലും ഒരു ഡിസൈൻ ചേഞ്ച്, അതായത് കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആൻഡ് ഷാർപ്പ് ആവുന്ന രീതിയിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ആൻഡ് ഒരു സേഫ്റ്റി അല്ലെങ്കിൽ കൺവീനിയൻസ് ഫീച്ചർ എന്ന രീതിയിൽ നമുക്ക് മിഡിൽ ഓപ്ഷൻ മുതൽ റിവേഴ്സ് സെൻസേഴ്സും വരുന്നുണ്ട് ആൻഡ് ടോപ്പ് വേരിയൻറ്റിൽ റിവേഴ്സ് ക്യാമറയും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് അബൌട്ട് 135 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ പ്രീവിയസ് വേർഷനിൽ നിന്നും ഇതിൽ അവർ ചേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ തേർഡ് റോ ഓഫ് സീറ്റിംഗ് നേരത്തെ ഒരു സിംഗിൾ ബെഞ്ച് ടൈപ്പ് ആയിരുന്നു, ഇത് ഒരു 50-50 സ്പ്ലിറ്റ് ഉണ്ട്. സോ പാർഷ്യലി വേണമെങ്കിലും നമുക്കിത് ഫോൾഡ് ചെയ്യാവുന്നതാണ്.